ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ പ്രിയ പ്രേക്ഷകരെ. പുതിയ വിശേഷങ്ങൾ തേടി റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. യാത്രാ വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകരും കാത്തിരിക്കുകയാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ചില സ്പെഷ്യൽ സ്ഥലങ്ങൾ, രുചികൾ, ഇടപെടൽ അനിവാര്യമായ ജീവിത നേർക്കാഴ്ചകൾ, അങ്ങനെ പലതും പ്രേക്ഷകർക്കായി ഞങ്ങളുടെ റൈഡേഴ്സ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രിയ പ്രേക്ഷകർക്ക് റൈഡിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. ഒരു യാത്ര തുടങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എങ്ങനെ എത്തുമെന്നത്. കൊച്ചിയിലെ സുഗമമായ ഒരു യാത്രാമാർഗത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടറുടെ ആദ്യത്തെ യാത്ര. വൈപ്പിനിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് റോഡ് മാർഗം എത്താൻ ഏകദേശം 12 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണം. എന്നാൽ ഗതാഗത കുരുക്കുകൾ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഫോർട്ട് കൊച്ചിയിൽ എത്തിയാലോ? കൊച്ചിക്കാരുടെ സ്ഥിരം റൂട്ടാണെങ്കിലും കൊച്ചി കാണാനെത്തുന്നവർക്ക് ഇപ്പോഴും അത്ര പരിചിതമല്ലാത്ത ഒരു എളുപ്പയാത്ര. മഞ്ജു ബെന്നി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പ്ലാൻ ചെയ്തിരിക്കുന്നത് വൈപ്പിന് നിന്ന് റോറോ കയറി ഫോർട്ട് കൊച്ചിയിലേക്കുള്ള ഒരു യാത്രയാണ്. അപ്പോൾ റെഡിയല്ലേ? പോകാം. വൈപ്പിനില് റോറോ കയറുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. റോറോ അടുക്കുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് വൈപ്പിൻ വാട്ടർ മെട്രോ സ്റ്റേഷൻ ഉള്ളത്. ജങ്കാറിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്ന ആളുകളുടെ നീണ്ട നേരം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സേതുസാഗർ 1 എന്ന റോറോയിൽ നിന്ന് ആളുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഒരു റോറോയിൽ ഇത്രയധികം വാഹനങ്ങൾ ഉൾക്കൊള്ളുമോ എന്ന് ഒരു നിമിഷം സംശയിച്ചു പോകും. അതുപോലെയാണ് ഇറങ്ങിപ്പോകുന്ന വാഹനങ്ങളും തിരികെ കയറാനിരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണവും. ഇതിന്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ആളൊന്നിന് 3, ബൈക്ക്, കാർ എന്നിവയ്ക്ക് യാത്രികരുൾപ്പെടെ 10, 20 എന്ന നിരക്കിലുമാണ്. അങ്ങനെ വണ്ടികളൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമ്മുടെ ഊഴമാണ്. നടന്നു പോകുന്നവർ ആദ്യം ടിക്കറ്റ് കാണിച്ച് കയറുകയാണ് ചെയ്യേണ്ടത്. റോറോയുടെ ഇരുവശത്തുമായി ഇരിക്കാൻ സൗകര്യങ്ങളുമുണ്ട്. വെളുപ്പിനെ 6:30 ആരംഭിക്കുന്ന ഈ റോറോ സർവീസ് രാത്രി 9:30 അവസാനിക്കും. 20 മിനിറ്റിന്റെ ഇടവേളകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ യാത്രാ സർവീസ് 10 മിനിറ്റിൽ താഴെ മാത്രം. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 7 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള യാത്രയാണ്. ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി ഭാഗത്തുള്ളവർ എപ്പോഴും ജങ്കാറിനെ ആശ്രയിക്കുകയാണ്. റോറോയും വാട്ടർ മെട്രോയായിട്ട് യാതൊരു ബന്ധമില്ല. റോറോ പൈപ്പിൻ വരുള്ളൂ, വാട്ടർ മെട്രോ ഹൈക്കോട്ടാണ്. എക്സ്പെൻസ് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഗതാഗത തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി നമുക്ക് പെട്ടെന്ന് ഇവിടത്തേക്ക് ഫോർട്ട് കൊച്ചിയിലേക്കും വൈപ്പിനിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്. 3 രൂപക്ക് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ റോറോയിൽ കയറി ഞങ്ങൾക്ക് ഇവിടെ എത്താൻ പറ്റി. പ്രത്യേകിച്ച് ഈ ക്ലൈമറ്റും ഈ മഴയുടെ ഈ കാര്യങ്ങളും എല്ലാം കൂടി നല്ല അടിപൊളിയായിരുന്നു. ബഡ്ജറ്റും ഇല്ല, എന്നാൽ കാണാനും ഒരുപാട് ഈ മറൈൻ ഡ്രൈവ് പോലത്തെ ആ സ്ഥലങ്ങളൊക്കെ, അതുപോലെ തന്നെ ഈ ഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. വൈപ്പിൻ ദ്വീപിന്റെ തെക്കേയറ്റവും ഫോർട്ട് കൊച്ചിയുടെ കിഴക്കേയറ്റവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു യാത്രാമാർഗമാണ് ഈ റോറോ സർവീസ്. മനോഹരമായ ഈ യാത്ര ആരംഭിച്ചാൽ പുതിയ ആളുകൾക്ക് കാഴ്ചകൾ കാണാനേ സമയം കാണൂ. പക്ഷെ പെട്ടെന്ന് തീർന്നുവെന്ന് അവസാനം തോന്നിപ്പോകുന്ന ഒരു സുന്ദര യാത്ര. 3 രൂപയായിട്ട് നമുക്ക് ഇവിടത്തേക്ക് ആയിട്ടുള്ളൂ. അപ്പം അത്രയും ചെറിയൊരു കൂലിയിൽ ഇത്ര വരെ യാത്ര ചെയ്യാൻ, അതും നല്ലൊരു സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് കുറേ വണ്ടികളൊക്കെ ആയിട്ട് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി. മാത്രമല്ല ഭയങ്കര സന്തോഷവും ഒരു അടിപൊളിയായി. ഈ കൊച്ചി യാത്ര തന്നെ ഒരു
മുതലായ രീതിയിലാണ് ഉള്ളത്. റോറോയിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. വളരെ എക്സ്പെൻസ് കുറഞ്ഞ രൂപത്തിലുള്ളൊരു യാത്രയായിരുന്നു നമുക്ക് റോറോയിൽ ലഭ്യമായത്. അങ്ങനെ അറബിക്കടൽ ചേരുന്ന വേമ്പനാട് കായലിന്റെ അഴിമുഖത്തുള്ള കപ്പൽ ചാൽ മുറിച്ചു കടക്കുമ്പോൾ മറൈൻ ഡ്രൈവിന്റെ വിശാല ദൃശ്യം കാണാം. ഭീമാകാരമായ ചരക്ക് കപ്പലുകൾ തുറമുഖത്തേക്ക് പതുക്കെ പ്രവേശിക്കുന്നതും കാണാൻ സാധിക്കും. റോൾ ഓൺ റോൾ ഓഫ് ഫെറി സർവീസിനെ ചുരുക്കി നാട്ടുകാർ റോറോ എന്നാണ് വിളിക്കുക. നാട്ടുകാരുടെ യാത്രാമാർഗവും ദൂരെ നിന്ന് വരുന്ന മലയാളികൾക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. അങ്ങനെ നമ്മൾ മനോഹരമായ കാഴ്ചകൾക്കുള്ളിൽ ഫോർട്ട് കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട, എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു അനുഭവമാണ് ഈ റോറോ യാത്ര. വിദേശികളുടെ പ്രധാന ആകർഷണം കൂടിയായി ഇതും കൂടി നിങ്ങളുടെ അടുത്ത കൊച്ചി യാത്രയെ ഉൾപ്പെടുത്തുമല്ലോ. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ രാഹുലിനും അരുണിനുമൊപ്പം മഞ്ജു ബെന്നി, 24. ഫോർട്ട് കൊച്ചിയും വൈപ്പിനും തമ്മിൽ നോക്കിയാൽ കാണാവുന്ന ദൂരം, നോക്കെത്താവുന്ന ദൂരം ഉള്ളൂ. പക്ഷേ അവിടേക്ക് ഇനി ബസ്സിലോ അല്ലെങ്കിൽ റോഡ് മാർഗമോ പോയാൽ പല പാലങ്ങൾ കയറി 12 കിലോമീറ്റർ സഞ്ചരിച്ച് ചുറ്റി വളഞ്ഞു പോകണം. അപ്പോൾ ആ സമയത്ത് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ചെറിയ സമയം കൊണ്ട് ഈ കാത്തുനിൽപ്പിനുള്ള സമയം, റോറോ കാത്തുനിൽക്കുന്ന സമയം കൂടെ കൂട്ടിയാൽ പോലും നിസ്സാര സമയം കൊണ്ട് ചെറിയ തുകയ്ക്ക് ആ ഓളത്തിൽ അങ്ങനെ പോയി സ്ഥലങ്ങളൊക്കെ കണ്ടുവരാം. അത് ആ പ്രദേശത്തുകാരുടെ, വൈപ്പിൻകാരുടെയും ഫോർട്ട് കൊച്ചിക്കാരുടെയും ഒക്കെ സ്ഥിര യാത്രയാണ്, അവരുടെ ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണ് ആ റോറോ യാത്ര. സഞ്ചാരികൾ ഇനി എത്തുമ്പോൾ അങ്ങനെ ഒരു മാർഗം കൂടി, ആ ജലയാത്ര കൂടി എക്സ്പ്ലോർ ചെയ്യാം. ഇനി നമ്മൾ പോകുന്നത് മാലിന്യം നിറഞ്ഞ ഒരിടം, അത് പിന്നീട് ഒരു മനോഹരമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയതിൻ്റെ കഥയിലേക്കാണ്. കോട്ടയം മണർകാട്ടെ 4 മണിക്കാറ്റ്. ഗ്രാമീണ ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം നാടൻ ഭക്ഷണങ്ങളും ഇവിടെ എത്തിയാൽ ആസ്വദിക്കാനാവും. 4 മണിക്കാറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇനി റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര. കണ്ണത്താ ദൂരം നീണ്ടു കിടക്കുന്ന പാടശേഖരങ്ങൾ, തണൽ മരങ്ങൾ, ആ തണൽ മരത്തിന്റെ കീഴിലിരുന്ന് നാടൻ ഭക്ഷണങ്ങൾ ആസ്വദിക്കാം. അതെ, കോട്ടയത്തുകാരുടെ ഇഷ്ട സായാഹ്ന വിനോദ കേന്ദ്രമായ 4 മണിക്കാറ്റിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ഇവിടെയൊന്നും വേറെ അധികം സ്ഥലങ്ങളില്ല. ഞങ്ങൾ വരുന്നതിന് ഏറ്റുമാനൂരിതാണ്. ആ ചുറ്റുവട്ടത്തൊന്നും ഇങ്ങനെ ഒരു ഗ്രാമീണമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടം വരെ വന്നു. നല്ലൊരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ഇത്രയും അടുത്ത് നമുക്ക് എല്ലാം കൊണ്ടും ഒരു ശകലം നേരമാണേലും വന്നിരുന്ന് സന്തോഷമുണ്ട് എല്ലാവരുമായിട്ട്. ആഹാരമൊക്കെ കഴിക്കാറുണ്ട്. എല്ലാ ഐറ്റവും ഉണ്ട്. പഴയ ആഹാരങ്ങൾ, കപ്പ, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഒരു പീസ്ഫുൾ ആണ്, നല്ല നമുക്കൊരു വൈബ് ചെയ്യാൻ പറ്റി. ഇപ്പം ഞങ്ങളൊരു സ്ഥലം വരെ പോയതാണ്. അപ്പോൾ ചുമ്മാ ഇവിടം വരെ വന്ന് കുറച്ചേരം ഇരിക്കാൻ, കുഞ്ഞായിട്ട് കാറ്റൊക്കെ കൊണ്ടിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഈ റോഡിൽ കൂടി വരുമ്പോഴത്തേക്ക് ഇത് കാണുക എന്നുള്ളത് തന്നെ ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ആളുകൾക്ക് റിലാക്സ് ആയിട്ട് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി വീടിനെക്കാട്ടിയും വെളിയിലേക്ക് വന്നിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വേറൊരു ഫീലാണല്ലോ. അപ്പോൾ ഫാമിലിയായിട്ടൊക്കെ വന്നിരിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികളായിട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ വന്നിരിക്കുന്നത് കാണുന്നത് സന്തോഷമാണ്. പത്ത് 13 വർഷം മുമ്പ് വിജനമായി കടന്നൊരു വഴിയോരമായിരുന്നു. രാത്രിയായാൽ മാലിന്യം തള്ളുന്ന കേന്ദ്രമായി മാറിയതോടെ നാട്ടുകാർ സംഘടിച്ചു. പിന്നീട് ഇവിടം വൃത്തിയാക്കി. വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാനൊരിടം എന്ന് മാത്രമാണ് അന്ന് ഇവർ കരുതിയത്. പക്ഷേ ഇവിടുത്തെ ഭംഗി ആളുകളെ ഇവിടേക്ക് ആകർഷിക്കുകയായിരുന്നു. അപ്പം 4 മണിക്ക് നാട്ടുകാർ വയസ്സന്മാരൊക്കെ ഇവിടെ വന്ന് ഇരിക്കണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ആശയത്തിൻ്റെ തുടക്കം. അപ്പോൾ അങ്ങനെ കുറേ പേര് വന്നിരിക്കുകയാണെങ്കിൽ ആ സമയത്തെങ്കിലും
ഒരു വിജിലൻസ് ആവും. ആളുകൾ എല്ലാ ദിവസവും വന്നിരിക്കുന്നതുകൊണ്ട് അവർ തലേദിവസം ആരെങ്കിലും മാലിന്യം ഇട്ടാൽ അതിനെതിരെ ഒരു പ്രതികരണം ഉണ്ടാവും. നാട്ടിനൈറ്റം എല്ലാം ഉണ്ട്. ചേമ്പ് പുഴുങ്ങിയതുണ്ട്, കപ്പ വേവിച്ചതുണ്ട്, കാച്ചിൽ പുഴുങ്ങിയതുണ്ട്, ഇലയടയുണ്ട്, കൊഴുക്കട്ട, അതൊക്കെ നാടൻ ഐറ്റം വരും. ആളുകൾ ഇഷ്ടം പോലെ വരുന്നതായിരുന്നു. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറവാണ്. പാഴ്സൽ മേടിക്കാനും ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ആൾക്കാർ വരുന്ന. ഞങ്ങളെന്നും രാവിലെ ഓരോ സ്റ്റാളുകാർ അങ്ങേറ്റം തൊട്ട് ഇങ്ങേറ്റം വരെ വേസ്റ്റ് പെറുക്കും, രണ്ട് സൈഡിലും. പിന്നെ തിങ്കളാഴ്ച ദിവസം എല്ലാവരും കൂടെ നിന്ന് ഒരു 2 മണിക്കൂർ സൈഡ് വഴി എല്ലാം ഇറങ്ങി പെറുങ്ങി, താഴെ ഭാഗം കൂടെ എല്ലാം ഇറങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇറങ്ങാൻ. വരുന്നവർ മുഴുവൻ ഭക്ഷണം കഴിച്ചിട്ട് വലിച്ചെറിയും. എത്ര പറഞ്ഞാലും ചിലപ്പം ഇല്ല. ഇത് വൃത്തിയാക്കി വെക്കണമെങ്കിൽ ഇതിന് ഉത്തരവാദികളുണ്ടാവും, ഇതിന് ഉടമസ്ഥരുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പ്രാദേശിക ഉടമസ്ഥതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇവിടെയുള്ള ഇത് വൃത്തിയാക്കാനും കാട് വെട്ടാനും ഒക്കെ സഹായിച്ചിട്ടുള്ള സ്ത്രീകളെ ഒരു കുടുംബശ്രീകൾ എന്ന പേരിൽ നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടായി വന്നു. അവർക്ക് ഇതിൻ്റെ അകത്തുനിന്ന് സമാനം നല്ല വരുമാനം ദിവസം ലഭിച്ചു വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ ഉത്തരവാദിത്വമായി മാറി ഇവിടെ വൃത്തിയാക്കി സൂക്ഷിക്കുക. അപ്പോൾ ഇപ്പോഴാണെങ്കിലും ഇത്രയും വർഷങ്ങളായിട്ട് മുടക്കാതെ ചെയ്യുന്നൊരു കാര്യം, ഓരോ സ്റ്റാളിനും ഡ്യൂട്ടി ഉണ്ട്. ഓരോ ദിവസവും രാവിലെ അവരാണ് ഇത് പെറുക്കി വൃത്തിയാക്കുന്നത്. തിരക്കുള്ള ജീവിതത്തിൽ ഒരല്പം ആശ്വാസം 4 മണിക്കാറ്റിലെത്തിയാൽ അത് ഉറപ്പായും ലഭിക്കും. ഒന്നിച്ചു നിന്നാൽ ഒരു വിജയം നാടിന് സ്വന്തമാക്കാമെന്ന് തെളിയിച്ചു തരിക കൂടിയാണ് ഈ 4 മണിക്കാറ്റ്. കോട്ടയത്ത് നിന്ന് പ്രശാന്തിനൊപ്പം ടോബി ജോൺസൺ, 24. തിരികെ ഈ ഏറ്റുമാനൂരിൽ നിന്ന് മണർകാടേക്കുള്ള യാത്രയിൽ ആരും ആ ഭാഗത്തെത്തുമ്പോൾ ഒന്ന് വണ്ടി നിർത്തിപ്പോകും. കാരണം അവിടുത്തെ തിരക്ക് കാരണം ഒന്ന് ശ്രദ്ധിക്കും. മാത്രമല്ല മനോഹരമായ ഒരിടം, നല്ല തണലുള്ള ഇടം. ആ വെയിലത്തൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തായാലും നിർത്തിപ്പോകും, പകൽ ഏത് സമയത്തായാലും. പിന്നെ വൈകുന്നേരമായാൽ നല്ല ചൂടുള്ള ചായ, കാപ്പി, അതിനൊപ്പം നല്ല നാടൻ കടികളും വിഭവങ്ങളും ഉണ്ട്. ചില സമയത്ത് ഏത് മാസമാണെന്ന് കറക്റ്റ് അറിയില്ല, പക്ഷേ മഞ്ഞ പൂക്കളൊക്കെ ഇങ്ങനെ വിടർന്ന് വിരിഞ്ഞ് അവിടെ നിലത്തൊക്കെ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് 4 മണിക്കാറ്റിൻ്റെ പ്രത്യേക സൗന്ദര്യമാണ്. ഏതായാലും ആ റൂട്ടിൽ ഏറ്റുമാനൂരിൽ നിന്ന് മണർകാടേക്ക് പോകുന്നവർ ഇനി 4 മണിക്കാറ്റിൽ ഇറങ്ങാൻ മറക്കണ്ട. വെൽക്കം ബാക്ക് ടു റൈഡിംഗ് റിപ്പോർട്ടർ. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ വൈവിധ്യങ്ങൾ തേടുന്നവരാണ് നമ്മൾ. ഓരോ ജില്ലക്കാരും അങ്ങനെ അവർക്ക് തനതായി എടുത്തു പറയാൻ കഴിയാവുന്ന ഏതെങ്കിലുമൊക്കെ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഏറ്റവും പ്രിയമേറിയ ഒരു വിഭവത്തിന്റെ വിശേഷത്തിലേക്കാണ് ചറുമുറു. ചറുമുറു എന്താണെന്നല്ലേ? ചറുമുറുവിന്റെ വിശേഷങ്ങൾ തേടിയാണ് അരുൺ പാറക്കലിന്റെ ഇന്നത്തെ യാത്ര. നമ്മൾ മലയാളികൾ എപ്പോഴും ഭക്ഷണപ്രിയരല്ലേ. വെറൈറ്റി ദോശയ്ക്ക് വേണ്ടി, വെറൈറ്റി ചായയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കിലോമീറ്ററുകളോളം വാഹനവും എടുത്ത് സഞ്ചരിക്കാറുള്ള ആളുകളാണ് മലയാളികൾ. കാസർകോട്ടും അത്തരത്തിലൊരു വിഭവമുണ്ട്. പേര് ചറുമുറു. കർണാടകയിൽ നിന്നാണ് ഈ വിഭവം ഇവിടേക്ക് എത്തിയതെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ഈ ചറുമുറുവിന് വേണ്ടി കിലോമീറ്ററുകളാണ് കാസർഗോഡ് ജില്ലക്കാർ സഞ്ചരിക്കുക. നമുക്ക് അവരുടെ ആ ചെറുമുറു എന്താണെന്നും അതിൻ്റെ റെസിപ്പി എന്താണെന്നും ഒക്കെ കണ്ടു നോക്കാം. ഏതെങ്കിലും ചെറിയൊരു തട്ടുകടയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. നമ്മൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ കടകളിലൊന്നും കാസർഗോഡ് ഇത് കിട്ടില്ല. ചെറിയ ചെറിയ തട്ടുകടകളിലോ വൈകുന്നേരങ്ങളിൽ തുറക്കുന്ന കടകളിലോ മാത്രമാണ് ഇത് കിട്ടുക. ഇപ്പോൾ നമ്മളൊരു കടയിലെത്തിയിട്ടുണ്ട്, നമുക്ക് അവിടെ നോക്കാം. അപ്പോൾ നമ്മൾ കാസർഗോഡുകാരുടെ പ്രിയപ്പെട്ട ചറുമുറു തേടി
ഇവിടെ ഒരു പൈക്കത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അവിടെ ആദ്യം കണ്ട ഒരു തട്ടുകടയിൽ തന്നെ നമ്മൾ കയറാൻ പോവുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു തട്ടുകട സെറ്റപ്പാണ്. ഇവിടെ കുറേ ഫ്രൂട്ട്സ് വെച്ചിട്ടുണ്ട്, ഒപ്പം ഉപ്പിലിട്ട മാങ്ങ, ഉപ്പിലിട്ട പൈനാപ്പിൾ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ പുഴുങ്ങിയ കാടമുട്ട, കോഴിമുട്ടയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ചറുമുറുവാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അതൊന്ന് നമുക്കൊന്ന് നോക്കാം. ചറുമുറ് ഏകദേശം 5 ഐറ്റംസ് ഉണ്ട്. ബുൾബുൾ ചറുമുറു, സൂപ്പ് ചറുമുറു, ബുൾസൈ ചറുമുറു, പിന്നെ പിരിപിരി ചറുമുറു, അങ്ങനത്തെ ഐറ്റംസുകളെല്ലാം ഉണ്ട്. പിന്നെ ഓംലെറ്റ് ഇട്ടിട്ട് ചറുമുറുണ്ട്. ഇതിലൊക്കെ എല്ലാം സൂപ്പ് ആഡാക്കും, അങ്ങനത്തെയൊക്കെയാണ്. പിന്നെ ചിക്കൻ ഇട്ടിട്ടുള്ള അങ്ങനത്തെ ഐറ്റംസും ഉണ്ട്. ചറുമുറു ഏകദേശം എല്ലാവർക്കും അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു സാധനമാണ്. ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും അതിൻ്റേതായ ഒരു രസത്തിൽ ടൈം പാസും അങ്ങനെയൊക്കെ ഇതാക്കിയിട്ടുള്ള സാധനമാണ്. പിന്നെ സൂപ്പൊക്കെ വയ്ക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട് അത്. ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് മുട്ട ഇടും, എഗ്ഗ്. പിന്നെ ഇതൊന്ന് ജസ്റ്റ് പൊടിയാക്കണം. പൊങ്ങിയ മുട്ടാണ് കേട്ടോ, അത് പൊടിക്കുക. പിന്നെ രണ്ടാമതായിട്ട് ഉള്ളി, പിന്നെ തക്കാളി, പിന്നെ ക്യാരറ്റ്, മല്ലിച്ചപ്പ്. പിന്നെ അതിലേക്ക് ഉപ്പിടുക, മുളക് പൊടി, പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണ, പിന്നെ ചെറുനാരങ്ങ പീസ്, പിന്നെ ജസ്റ്റ് മിക്സാക്കുക. പൊരി. ഇത് അതിൻ്റെ മുകളിലേക്ക് സൂപ്പ് വയ്ക്കലുണ്ട്. പിന്നെ മട്ടൺ സൂപ്പ്. ചറുമുറു പറഞ്ഞാൽ നല്ല അടിപൊളി സാധനമാണ്. ഇവിടുത്തെ ബുൾസൈ സൂപ്പൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ നല്ല പാങ്ങാണ്. സ്ഥിരം വരുന്നതാണ് നമ്മൾ എല്ലാവരും. നല്ല അടിപൊളി സാധനമാണ്. എങ്ങനെയാണ് ഇപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഇവിടെ ഉള്ളതാണോ? കാസർഗോഡുള്ളതാണോ ഈ വിഭവം? കുറേ കാലമായിട്ടുള്ളതാണ് ഈ കാസർഗോഡ്. കഴിക്കാൻ വേണ്ടിയിട്ട് ദിവസം വരും, ദിവസം കഴിച്ചിട്ട് നല്ല രസമുള്ള സാധനമാണ്. നല്ല കറക്റ്റായിട്ട് ഉണ്ടാക്കിയിട്ട് കൊടുക്കും. നല്ല കുഴപ്പമില്ല. ആ ഒരു നല്ല ഒരിതാണ്. ചറുമുറു അങ്ങനെയുള്ള ഫംഗ്ഷനുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? ചില ഫംഗ്ഷനുകൾ ഉണ്ടാവലുണ്ട്. കൊറോണ സമയത്താണ് കൂടുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് സ്റ്റാർട്ട്. മുമ്പ് ചെറുക്കളുണ്ടായിരുന്നു. ചെറുക്കളത്തിന് നല്ല ഫേമസ് ആയിട്ട് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് നീലശ്വരത്തിന് പോലും ആൾ വന്നിട്ടുണ്ട്. പിന്നെ കാസർഗോഡ് നിന്ന് മുള്ളേര എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ഈടെയാണ് കൂടുതൽ ആൾ വരുന്നുള്ളത്. ഈ ചറുമുറു 5ഓളം വെറൈറ്റികളുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. ഞാൻ സെലക്ട് ചെയ്തത് മുട്ടയാണ്. എന്തായാലും ഈ നാട്ടിലെത്തുന്ന ആളുകൾ ഒന്ന് പരീക്ഷിക്കാവുന്ന വിഭവമാണ്. അഭിലാഷ് പള്ളിക്കരയ്ക്കൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. അതിലൊരു മൊത്തത്തിലൊരു മിക്സ് മസാലയാണ്. ആ പേര് തന്നെയാണ് പ്രധാന ആകർഷണം. ചറുമുറു വെറൈറ്റിയാണ് ആ പേര്. ഇതോടെ ചറുമുറു വിശേഷങ്ങളോടെ ഇന്നത്തെ റൈഡിംഗ് റിപ്പോർട്ട് പൂർണ്ണമാവുകയാണ്.